മൈലാഞ്ചിടുന്ന പരിപാടിയാണ്. 25-ാം തീയതിയാണ് കല്യാണം. അപ്പോൾ ഇന്ന് 17-ാം തീയതി ആയിട്ടേ ഉള്ളൂ. ഇനി ഒരാഴ്ച കൂടി ഉണ്ട്. അപ്പം അഞ്ജലിക്ക് മൈലാഞ്ചിടണമെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഞാൻ വന്നിട്ട് അഞ്ജലിക്ക് എവിടെ വേണമെങ്കിലും മൈലാഞ്ചിട്ട് തരാം. മൈലാഞ്ചിടാൻ വേണ്ടിയിട്ട് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ ഫോണിൽ വിളിച്ചിട്ട് കൈക്ക് മൈലാഞ്ചിട്ടാൽ എത്രയാണ്, കാലിൽ മൈലാഞ്ചിട്ടാൽ എത്രയാണ് ചാർജ് ചോദിച്ചു. ചാർജൊക്കെ ആ ചേച്ചി പറഞ്ഞ ശേഷം അവർ ചോദിക്കുന്നത് എല്ലായിടത്തും മൈലാഞ്ചിട്ട് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ചേച്ചി കൈക്ക് മൈലാഞ്ചിടുന്നതിന് എത്ര ചാർജ്? കാലിലോ? ചേച്ചി കുണ്ടിയിൽ മൈലാഞ്ചിടുവോ? അഞ്ജലി എന്നെ വിളിച്ചോ, ഞാൻ വന്നിട്ട് തരാം കേട്ടോ. എൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടാവുള്ളൂ. നിനക്ക് എവിടെയൊക്കെ മൈലാഞ്ചിടണമെങ്കിലും ഞാൻ വന്ന് മൈലാഞ്ചിട്ട് തരാം. വിളിക്കണേ. നീ റേഡിയോ ജോക്കിയായിട്ട് ജോലി ചെയ്യുന്നു. ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. എൻ്റെ പ്രൊഫൈൽ കണ്ടാൽ അറിയാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത്. മൈലാഞ്ചി ഇല പറിച്ച് അരച്ച് അമ്മിക്കല്ലിലിട്ടിട്ട് കുറച്ച് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൈലാഞ്ചി ഇല നന്നായി അരച്ച് അഞ്ജലിക്ക് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അഞ്ജലി എന്നെ വിളിച്ചാൽ ഞാൻ വന്ന് ഇട്ട് തരാം. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന അഞ്ജലിക്ക് ഞാൻ മൈലാഞ്ചി ഇട്ട് തരാം. ഓക്കെ. മൈലാഞ്ചിയില, കാന്താരിമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ച മൈലാഞ്ചി ഇടാൻ അഞ്ജലി ഇവിടെ വന്നാൽ ഞാൻ അഞ്ജലിക്ക് മൈലാഞ്ചി ഇട്ട് തരാം. നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ മൈലാഞ്ചി ഇട്ട് തരാം. ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേഗം വാ. ഇപ്പം കോപ്പ് പറഞ്ഞു വന്നിട്ട് നാക്ക് വേണ്ടി നിന്റെ കോപ്പ് ആരാണെന്ന് വെച്ചിട്ടാണ് നിന്റെ അമ്മയുടെ പ്രായമുള്ള ആളെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാങ്ക് ചെയ്യുന്നു. ഒരുപാട് പ്രാങ്കുകൾ കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു പ്രാങ്ക് ആദ്യമായിട്ടാണ്. കുണ്ടിയില മാത്രമാക്കണ്ട, ചന്തിയിലും പുറകെ കൂടെ കുറച്ച് മൈലാഞ്ചി തേച്ച് തരാം കേട്ടോ. മാപ്പുമായിട്ട് വന്നില്ലേ? എന്നെ കോപ്പ് ആർക്ക് വേണം? കോപ്പ് പറഞ്ഞ് വന്നിരിക്കുന്നു. ഞാൻ ആ ചേച്ചിയെ വിളിച്ച് മാപ്പ് പറ, അല്ലെങ്കിൽ നേരിട്ട് മാപ്പ് പറ പോയിട്ട്. നീ ഈ മേഖലയെ മൊത്തം അപമാനിക്കുകയാണ് ചെയ്തത്. ഒരു പ്രായമുള്ള ചേച്ചിയെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യുന്നു. 1000 രൂപ ഉണ്ട് അത്ര പ്രാങ്ക് ചെയ്യുന്നതിന്. ഈ മാതിരി പ്രാങ്കിനാണോ 1000 രൂപ? ഇത് 10,000 അല്ല, ലക്ഷങ്ങൾ തന്നാലും ഈ മാതിരി പ്രാങ്കിന് നിൽക്കരുത്. അഞ്ജലിയുടെ വീഡിയോയിൽ പറയുന്നത് അഞ്ജലി അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല എന്ന് പറയുന്നില്ല. ഇതൊരു പ്രാങ്കായിരുന്നു. ഒക്കെ ഒന്നിനും മറുപടി പറയാതെ അങ്ങ് പോകും. ഇത് അഞ്ജലി വിളിച്ചിരിക്കുന്ന ആളല്ല ഇവിടെ മറുപടി പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതിനുള്ള മറുപടി തരുന്നത് കേട്ടോ. ഇവിടെ നല്ല മൈലാഞ്ചി, മരത്തിൽ നല്ല മൈലാഞ്ചി ഉണ്ട്. ഇവിടെ ചെടികളായി കുറ്റിച്ചെടിയായിട്ട് ഞങ്ങൾ മൈലാഞ്ചി വളർത്തുന്നുണ്ട്. ആ മൈലാഞ്ചി എടുത്തിട്ട് ഇല പറിച്ച് കൊണ്ടുവന്ന് ഞാൻ അരച്ച് അതിൽ കുറച്ച് കാന്താരിമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അഞ്ജലി വന്നു കഴിഞ്ഞാൽ അഞ്ജലിക്ക് ഞാൻ മൈലാഞ്ചി ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം മറക്കണ്ട, എന്നെ വിളിച്ചോളൂ. മൈലാഞ്ചി ഇട്ട് കാണിക്കണ്ടേ? എൻ്റെ കാമുകനെ കാണിക്കണ്ടേ മൈലാഞ്ചി ഇട്ടത്? അതെല്ലാം ഒന്ന് കാണിച്ചതിന് ശേഷം പോകാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് വെറുതെ വിടണ്ട. എല്ലാവരും ഇതെല്ലാം ആദ്യം മുതലേ കാണുന്നുണ്ട്. എന്തായി എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം റിയാക്ട് ചെയ്യണില്ല എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പം കോപ്പും കൊണ്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു അങ്ങനെ കോപ്പ് ആർക്ക് വേണം? റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടത് കൊണ്ട് അവളുടെ ജോലി പോയി എന്നാണ് ഇപ്പം പറയുന്നത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.